എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. CC/SSC RRB ബാഗ് എക്സാം ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വരാൻ പോകുന്ന നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ, അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ എക്സാം. അപ്പം ഈ പറഞ്ഞു പോയ രണ്ട് തസ്തികൾ, അതായത് ഗ്രൂപ്പ് ഡി പരീക്ഷയാണെങ്കിലും അതേപോലെ ALP ആണെങ്കിലും ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള നമ്മുടെ NPC എക്സാം ആണെങ്കിലും ഇവർ ഈ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, റീസണിങ്ങിനകത്ത് ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ റീസണിങ്ങിന്റെ മാർക്ക് വളരെ നിർണായകമാണ്. മാത്സിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് റീസണിങ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് റീസണിങ് പഠിക്കുമ്പോൾ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂർ സമയമെങ്കിലും റീസണിങ്ങിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ചോദ്യപേപ്പർ എടുത്തു വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പരീക്ഷകളിലെ എപ്പോഴും നമ്മൾ ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ വെൻ ഡയഗ്രം എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത് എന്നുൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നു. വെൻ ഡയഗ്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടിക്കുവാനും സാധിക്കും. അപ്പം നമുക്ക് ഈ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചാടി വരുന്നത് പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലും +2നും ഒക്കെ പഠിച്ചൊരു വെൻ ഡയഗ്രം ഉണ്ട്. ആ സെയിം സാധനം തന്നെയാണ്. അതായത് നമ്മൾ വെൻ ഡയഗ്രത്തിനകത്ത് ഒരു സാധനം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വട്ടം വരച്ചിട്ട്, അതാണ്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ A എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം A എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് തന്നെ കരുതുക, അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ കൂട്ടമാണെന്ന് കരുതുക, സ്ത്രീകളുടെ കൂട്ടമാണ് A എന്ന് കരുതുക. അപ്പൊ നമ്മൾ സാധാരണ വ്യക്തിയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ അല്ലെങ്കിൽ ജീവികളെയോ എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു വട്ടം വരച്ചിട്ടാണ്. കണ്ടോ? അപ്പൊ A എന്ന് പറഞ്ഞാല് സ്ത്രീകളാണ് കേട്ടോ എന്ന് കരുത്. അപ്പൊ സ്ത്രീകളെ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മളൊരു വട്ടം വരച്ചു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ആ സ്ത്രീകളെ സൂചിപ്പിക്കുന്ന വെൻ ഡയഗ്രം A ആണെന്നർത്ഥം. ഇനി ഈ സ്ത്രീകളിലെ കുറച്ചു പേര് എന്താണ്? അമ്മമാരാണെന്ന് പറയുന്നു. എടാ, സ്ത്രീകളിലെ കുറച്ചു പേര് അമ്മമാരാണെങ്കിൽ ഇതാണ് സ്ത്രീകളുടെ വെൻ ഡയഗ്രം. സ്ത്രീകളിലെ കുറച്ചു പേര് അമ്മമാരാണെങ്കിൽ കുറച്ചു ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മമാരായിട്ട് പരിഗണിക്കണം. അപ്പൊ B എന്ന് പറഞ്ഞാൽ എന്താണ്? B എന്ന് പറഞ്ഞാൽ അമ്മമാരാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? സ്ത്രീകളിലെ കുറച്ചു പേര് അമ്മമാരാണെന്ന് മനസ്സിലായില്ലേ? ഇനി അമ്മമാരിലെ കുറച്ചു പേര് സ്ത്രീകളല്ലേ? ആണ്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സം എന്ന് പറയുന്ന വാക്ക് നമ്മൾ മലയാളത്തിലെ കുറച്ച് എന്ന് പറയും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എയിലെ കുറച്ചു ഭാഗം B ആണ്. ഇംഗ്ലീഷ് എന്നാ പറയും? സം A or B എന്ന് പറയും. എയിലെ കുറച്ചു ഭാഗം B ആണ് എന്നാണ് അർത്ഥം. ഇനി എല്ലാ അമ്മമാരും സ്ത്രീകളാണല്ലോ. അപ്പൊ നമുക്ക് അതെങ്ങനെ വരയ്ക്കാം? അപ്പൊ അമ്മമാരെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് അമ്മമാര്. ഈ അമ്മമാരെല്ലാം സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കകത്തല്ലേ വരുന്നത് അമ്മമാര്? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ അമ്മമാരും സ്ത്രീകളാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും സ്ത്രീകളാണെന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓൾ BRA, എല്ലാ അമ്മമാരും സ്ത്രീകളാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മളോട് പറയുവാണ് അമ്മമാരൊന്നും സ്ത്രീകളല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അമ്മമാരൊന്നും സ്ത്രീകളല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും?
ഇത് അമ്മമാര്, ഇത് സ്ത്രീകള്. അമ്മമാരൊന്നും സ്ത്രീകളല്ലെങ്കിൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവും വരാത്ത രീതിയിൽ ഒരു ചെറിയൊരു വര വരച്ചിട്ടൊരു വെട്ടം കിട്ടു കൊടുക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെ കുറച്ച് ഭാഗം ബി ആണ്, അതായത് എയിലെ കുറച്ച് ബി ആണ് എന്നർത്ഥം. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാല് സം എ ആർ ബി എന്ന് പറയും. ഇനി എല്ലാ ബിയും എ ആണ്. അടുത്തത് എയും ബിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നോ എ ആർ ബി എന്ന് വരും. നോ എന്ന് പറയുന്ന വാക്ക് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം പ്രധാനപ്പെട്ട 3 വാക്കുകൾ: 1 സം എന്ന് പറയുന്ന വാക്ക്, 2 ഓൾ എന്ന് പറയുന്ന വാക്ക്, 3 നോ എന്ന് പറയുന്ന വാക്ക്. നോ എ ആർ ബി എന്ന് പറഞ്ഞാല് എ ഒന്നും ബി അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സമ്മ്, ഓള്, നോ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച്, എല്ലാം, ഒന്നുമല്ല എന്ന് പറയുന്ന 3 വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതിയാകും. നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ കുഞ്ഞുങ്ങളെ, നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ ദാ പിടിച്ചു. അതാണ്ടേ, തന്നിരിക്കുന്ന ക്ലാസ്സുകൾ തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും നന്നായി പ്രതികരിക്കുന്ന ഡയഗ്രാം തിരിച്ചറിയുക. സഹോദരിയുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. കണ്ടോ? സഹോദരിയുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും, അതായത് അമ്മമാർ, സഹോദരിമാർ, ഇവരെ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അവരെ കണക്ട് ചെയ്തൂടെ? അതായത് അമ്മമാരിലെ കുറച്ചു പേര് സഹോദരിമാരാകാം, അല്ലേ? അമ്മമാരിലെ കുറച്ചു പേര്, എല്ലാ അമ്മമാരും സഹോദരികളാണെന്ന് പറയാൻ പറ്റത്തില്ല. അമ്മമാരിലെ കുറച്ചു പേര് സഹോദരികളാണ്, വരച്ചു. ഇനി സഹോദരൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സഹോദരനെ അങ്ങോട്ട് മാറ്റി അങ്ങ് വരയ്ക്കണം. ഇപ്പൊ ഓക്കെ ആയി പടം. അതായത് ഇത്തരത്തിൽ വരുന്ന ഒരു ഫിഗർ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കണം കേട്ടോ. കുറെ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. 1ാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാരണം അമ്മമാരിലെ കുറച്ചു പേര് സഹോദരിമാരാണ്, അല്ലെങ്കിൽ സഹോദരിമാരിലെ കുറച്ചു പേര് അമ്മമാരാണ്. എല്ലാ അമ്മമാരും സഹോദരിമാരാകണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാ സഹോദരിമാരും അമ്മമാരാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് കുറച്ച് എന്ന് പറയുന്ന വാക്ക് വെച്ച് കണക്ട് ചെയ്യണം. പക്ഷേ സഹോദരൻ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. 2ാമത്തെ ചോദ്യം ദാ പിടിച്ചു. 2ാമത്തെ ചോദ്യം, എടാ രാജ്യമുണ്ട്, സംസ്ഥാനമുണ്ട്, പട്ടണമുണ്ട്. കാണുമ്പോഴേ അറിയാം, രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസ് അല്ലേ? അതിനകത്താണ് സംസ്ഥാനം വരുന്നത്, അതിനകത്താണ് പട്ടണം വരുന്നത്. അപ്പോൾ രാജ്യം ഏറ്റവും ആദ്യം വരച്ചു. രാജ്യത്തിനകത്താണ് സംസ്ഥാനം വരുന്നത്, സംസ്ഥാനത്തിനകത്താണ് പട്ടണം വരുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് പടം വരുന്നത്. സോ ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ദാ പിടിച്ചു, ആൻസർ ഓപ്ഷൻ എ. കണ്ടോ? അതായത് രാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പോർഷനാണ്. രാജ്യത്തിനകത്താണ് സംസ്ഥാനം വരുന്നത്, സംസ്ഥാനത്തിനകത്താണ് പട്ടണം വരുന്നത് എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓപ്ഷൻ എ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയിരിക്കുകയാണ്. അടുത്തത് മക്കളെ, ജിറാഫ് ഉണ്ട്, കുരങ്ങനുണ്ട്, മൃഗമുണ്ട്. കാണുമ്പോഴേ നിങ്ങൾ എന്നോട് പറയും, നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് വരച്ചു നോക്കിക്കേ. അപ്പൊ നിങ്ങൾ പറയും ജിറാഫ്, കുരങ്ങൻ, ഇവര് തമ്മിൽ നമുക്ക് ഒരു ബന്ധവും ഇല്ല അല്ലേ? ജിറാഫും കുരങ്ങനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഇവന്മാര് രണ്ടുപേരും എന്താണ്? മൃഗങ്ങളാണ്. അപ്പോൾ മൃഗങ്ങൾ എന്ന് പറയുന്ന ഒരു വെൻ ഡയഗ്രത്തിനകത്തേക്ക് ആരെ വരയ്ക്കണം? ജിറാഫിനെയും കുരങ്ങനെയും കൂടെ വരച്ചു കഴിഞ്ഞാല് നമ്മുടെ ജിറാഫ്, കുരങ്ങൻ, മൃഗം, ഇവന്മാര് 3 പേരും കൂടെ തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് പറയുന്ന രീതിയിലുള്ള വെൻ ഡയഗ്രം പക്കയായിട്ട് മനസ്സിലായി. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അപ്പോഴേ നിങ്ങൾ പറയും, സാറേ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, പക്ഷെ ഇവർ രണ്ടുപേരും ആരാണ്? ഇവർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. അപ്പോൾ
വിദ്യാർത്ഥികൾക്കകത്ത് ആരെ വരയ്ക്കണം? പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വരയ്ക്കണം. പക്ഷേ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഒരു ബന്ധവും പാടില്ല, ഒരു ബന്ധവും പാടില്ല. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചു, ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. കണ്ടോ? ഇങ്ങനെ ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡിനോ ഉള്ളിലെ ഉത്തരം കിട്ടുന്ന വലിയൊരു ഭാഗമാണ് ഏത്? നമ്മുടെ വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഭാഗം. എല്ലാവർക്കും, അതായത് വലിയ അറിവില്ലാതെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഏത്? ഈ പറയുന്ന വെൻ ഡയഗ്രം എന്ന് പറയുന്ന ടോപ്പിക്. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. പറയാം. ഡോക്ടർമാരുണ്ട്, അധ്യാപകരുണ്ട്, സംഗീതജ്ഞരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവര് 3 പേരും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഡോക്ടർമാര് അതിലെ കുറച്ചു പേര് എന്താകാം? അധ്യാപകരാകാം അല്ലേ? ഡോക്ടർമാരിലെ എല്ലാ ഡോക്ടർമാരും അധ്യാപകരാകണോ നിർബന്ധമുണ്ടോ? ഇല്ല. ഡോക്ടർമാരിലെ കുറച്ചു പേര് എന്താകാം? അധ്യാപകരാകാം. ആണേ. ഇനി ഡോക്ടർമാരിലെ കുറച്ചു പേര് എന്താകാം? സംഗീതജ്ഞരും ആകാം. മ്യൂസിക് പഠിച്ച ആൾക്കാരാണല്ലോ സംഗീതജ്ഞര്. അപ്പൊ ഡോക്ടർമാരിലെ കുറച്ചു പേര്, എല്ലാ ഡോക്ടർമാരും സംഗീതജ്ഞരാണെന്ന് പറഞ്ഞാൽ തെറ്റാ. ഡോക്ടർമാരിലെ കുറച്ചു പേരെന്താകാം? സംഗീതജ്ഞരാകാം. അതേപോലെ അധ്യാപകരിലെ കുറച്ചു പേര് സംഗീതജ്ഞരാകാം. സോ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ വരുന്ന രീതി നമ്മൾ ഇങ്ങനെ ചേർത്ത് വരയ്ക്കേണ്ടി വരും. സോ അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ? ഇത്തരത്തിലൊരു ചോദ്യം ചെയ്തെടുക്കാൻ നമുക്ക് 5 സെക്കൻഡ് പോലും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യത. കണ്ടോ? ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. റോംബസ്. റോംബസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സമഭുജ സാമാന്തരികം എന്ന് പറയും. ചതുർഭുജം എന്ന് പറഞ്ഞാല് 4 വശങ്ങളുള്ള എല്ലാ രൂപങ്ങളെയും പറയുന്ന പേരാണ് ചതുർഭുജം. അതിനകത്ത് ചതുരം വരാം, സമയതരം വരാം, സാമാന്തരികം വരാം, സമഭുജ സാമാന്തരികം വരാം, ലംബകം വരാം. ഇവന്മാരെല്ലാം എന്താണ്? ചതുർഭുജമാണ്. ഏറ്റവും അവസാനം പോളിഗൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ബഹുഭുജങ്ങൾ എന്ന് പറയും. അതായത് 3 3-ൽ കൂടുതലോ വശങ്ങളുള്ള ദ്വിമാന രൂപങ്ങളെ പറയുന്ന പേരാണ് പോളിഗൺ. അതിപ്പം ത്രികോണമാണെങ്കിലും ചതുരമാണെങ്കിലും അതല്ല നമ്മുടെ സമഷഡ്ഭുജം ആണെങ്കിലും ഷഡ്ഭുജം ആണെങ്കിലും ഹെപ്റ്റഗൺ ആണെങ്കിലും അതായത് സപ്തഭുജം നവഭുജം എന്താണെങ്കിലും 3-ൽ കൂടുതലോ വശങ്ങളുള്ള ദ്വിമാന രൂപങ്ങളെ പറയുന്ന പേരാണ് എന്ത്? പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം എന്ന് പറയും. സോ അങ്ങനാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. അതായത് റോംബസ് എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭുജം അല്ലേ? പോളിഗൺ അല്ലേ? ആണ്. ചതുർഭുജം എന്ന് പറഞ്ഞാലും ഒരു ബഹുഭുജം അല്ലേ? ആണ്. അപ്പൊ എന്തായാലും ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ നിങ്ങൾ മുമ്പിൽ വരയ്ക്കുക, വലുതായിട്ട് വരയ്ക്കുക. അതിനകത്ത് റോംബസും ചതുർഭുജവും വരും. കാരണം ഇവന്മാര് 2 പേരും എന്താണ്? പോളിഗൺ ആണ്. അതായത് എല്ലാ റോംബസും പോളിഗൺ ആണ്, എല്ലാ ചതുർഭുജവും എന്താണ്? പോളിഗൺ ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? റോംബസിന്റെ പ്രത്യേകത എന്താണ്? 4 വശം അല്ലേ? അല്ലേ? റോംബസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതാണ് റോംബസ്. എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികത്തിനെ പറയുന്ന പേരാണ് സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് എന്ന് പറയും. അതൊരു ചതുർഭുജമായതുകൊണ്ട് ചതുർഭുജം രണ്ടാമത് വരച്ചിട്ട് ചതുർഭുജത്തിനകത്താണ് നിങ്ങൾ ആരെ വരയ്ക്കേണ്ടത്? റോംബസിനെ വരയ്ക്കേണ്ടത്. കണ്ടോ? ഇതാണ് കറക്റ്റ് ഫിഗർ. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അതായത് റോംബസ് എന്ന് പറഞ്ഞാല് അതൊരു ചതുർഭുജമാണ്. അപ്പൊ ചതുർഭുജത്തിനകത്ത് ആരെ വരയ്ക്കണം? റോംബസിനെ വരയ്ക്കണം. ചതുർഭുജത്തിനകത്താണ് റോംബസിനെ വരയ്ക്കേണ്ടത്. ഇനി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പോളിഗൺ ആയതുകൊണ്ട് ആദ്യം ഒരു പോളിഗൺ വരയ്ക്കുക, അതിനകത്തൊരു ചതുർഭുജം വരയ്ക്കുക, അതിനകത്തേക്ക് ആരെ വെക്കുക? റോംബസിനെ വെക്കുക എന്ന് വൃത്തിയായിട്ട് ഓർത്തിരുന്നാൽ മതി. അത്രേ ഉള്ളൂ അതിന്റെ ആൻസർ. ഇനി പുരുഷന്മാരുണ്ട്, പിതാക്കന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയും പുരുഷന്മാരിലെ കുറച്ചു പേര് പിതാക്കന്മാരാണല്ലേ? എല്ലാ പുരുഷന്മാരും പിതാക്കന്മാരാകണം നിർബന്ധമുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാത്തവരൊക്കെ ഇല്ലേ? അപ്പോൾ എല്ലാ പുരുഷന്മാരും പിതാക്കന്മാരല്ല, പുരുഷന്മാരിലെ കുറച്ചു പേര് പിതാക്കന്മാരാണ്. ഇനി മൃഗങ്ങൾ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ?
കണക്ട് ചെയ്യാൻ പറ്റൂല്ല. അപ്പൊ അങ്ങനെയാണെങ്കിലേ മൃഗങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തേണ്ടി വരത്തില്ലേ? അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഒരു ആൻസർ നിങ്ങൾ ബബിൾ ചെയ്യണം. അത് നമ്മുടെ ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നുള്ള കാര്യം ഓർമ്മയിൽ എപ്പോഴും വേണം. എല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. വൃത്തിയായിട്ട് വരച്ച് ചെയ്തു പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. അതോ ശ്രദ്ധിച്ചോ, യാത്രക്കാര്, ട്രെയിന്, ബസ്, നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായത്. നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ അത് സ്ട്രെസ് ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പറയും സാറേ ട്രെയിനും ബസ്സും യാത്രക്കാരും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് യാത്രക്കാരെന്ന് പറഞ്ഞാൽ ചില യാത്രക്കാർ ട്രെയിനിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഉണ്ടോ? യാത്ര ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവരെ യാത്രക്കാരെന്ന് പറയുന്നത്. അവര് എന്തായാലും ഒരു മാർഗം ചൂസ് ചെയ്തുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. യാത്രക്കാരില് കുറച്ച് പേര് ട്രെയിനിൽ യാത്ര ചെയ്യും, കുറച്ച് പേര് ബസ്സിൽ യാത്ര ചെയ്യും. എല്ലാ യാത്രക്കാരും ട്രെയിനിൽ യാത്ര ചെയ്യുവോ? ഇല്ല. എല്ലാ യാത്രക്കാരും ബസ്സിൽ യാത്ര ചെയ്യുവോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? യാത്രക്കാരിലെ കുറച്ച് പേര് ട്രെയിന്, കുറച്ച് പേര് ബസ്സിൽ യാത്ര ചെയ്യും. യാത്രക്കാരാണ് നടുക്ക് നിൽക്കുന്നത്. ആ യാത്രക്കാരിലെ കുറച്ച് പേര് ട്രെയിനില്, കുറച്ച് പേര് ബസ്സിലും യാത്ര ചെയ്യും. സോ അങ്ങനെ വരുന്ന ഒരു ഫിഗർ നോക്ക് എവിടാന്ന്. ഏതാ? ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടൊക്കെ വരാം. യാത്രക്കാരൻ ട്രെയിനും ബസ്സും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ സാറേ, അപ്പൊ 3 വട്ടം അല്ലാതെ അങ്ങ് വരച്ചാൽ പോരെന്നൊരു ഡൗട്ട് വരാം. പക്ഷേ തെറ്റാണ്. പ്രീവിയസ് ചോദ്യമാണ്. വൃത്തിയായിട്ട് ഓർത്തു വെച്ചോണം, തെറ്റിക്കരുത് പരീക്ഷയ്ക്ക് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. അതേപോലെ ഇതാണ്ടേ ലാഭം. ലാഭം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവോ? ലാഭം, പ്രോഫിറ്റ്, ലാഭത്തിന്റെ വിഹിതം. അടുത്തത് ബോണസ്. ഇതാണ് അവസ്ഥ. ഇത് തമ്മില് സാമാന്യം ലാഭവിഹിതം എന്താണെന്നോ അല്ലെങ്കിൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിതം ബോണസ് എന്താണെന്ന് അറിയാത്തവർക്ക് ചിലപ്പോൾ പ്രോബ്ലം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ലാഭം കിട്ടും. ലാഭം കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ലാഭവിഹിതമായിട്ടും ബോണസ് ആയിട്ടും കൊടുക്കുന്നത്, അല്ലേ? പക്ഷേ ലാഭവിഹിതവും ബോണസും തമ്മിൽ ബന്ധമില്ല. ലാഭവിഹിതവും ബോണസും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ലാഭവിഹിതം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക, ബോണസ് അങ്ങോട്ട് മാറ്റി വരയ്ക്കുക. ഇവന്മാര് തമ്മിൽ ബന്ധമില്ല. പക്ഷേ ഇവന്മാര് രണ്ടുപേരും ലാഭത്തിന്റെ ഭാഗങ്ങളാണ്. ലാഭമുണ്ടെങ്കിലേ ലാഭവിഹിതവും ബോണസും കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ലാഭത്തിനകത്തേക്ക് മാറ്റിയിട്ട് ലാഭവിഹിതത്തിന് ഒരു ഭാഗത്തും ബോണസിനെ മറ്റേ സൈഡിലോട്ടും മാറ്റി വരച്ചു കഴിഞ്ഞാലേ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം പക്ക പക്ക പക്ക. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. സ്ത്രീകള്, അമ്മമാര്, എഞ്ചിനീയർമാര്. ഇവിടെ നമുക്കറിയാം അമ്മമാരെന്ന് കാണുമ്പോൾ സ്ത്രീകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് എല്ലാ അമ്മമാരും സ്ത്രീകളല്ലേ? പക്ഷെ നേരെ തിരിച്ച് എല്ലാ സ്ത്രീകളും അമ്മമാരാകണം നിർബന്ധമില്ല. എല്ലാ സ്ത്രീകളും അമ്മമാരാകത്തില്ല. പക്ഷേ എല്ലാ അമ്മമാരും സ്ത്രീകളാണ്. അപ്പോൾ അമ്മമാര് താണ്ട് ഇവിടോട്ടിരിക്കട്ടെ. എല്ലാ അമ്മമാരും സ്ത്രീകളായതുകൊണ്ട് കണ്ടോ, അമ്മമാര് എല്ലാം സ്ത്രീകളാണ് കൃത്യമായി. ഇനി എഞ്ചിനീയർമാരുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ? നിങ്ങൾക്കറിയാം കുറച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. കണ്ടോ, ഈ രീതിയിൽ പടം വരണം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മമാരിലെ കുറച്ച് പേര് എഞ്ചിനീയർ ആണ്, സ്ത്രീകളിലെ കുറച്ച് പേര് എഞ്ചിനീയർ ആണെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ വരുന്ന ഒരു ഫിഗർ നിങ്ങൾ സെലക്ട് ചെയ്യണം. അത് നമ്മുടെ ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അടുത്തത് ജഡ്ജിമാര്, കള്ളന്മാര്, അതേപോലെ കുറ്റവാളികൾ. ഇവിടെ ജഡ്ജിമാര്, കള്ളന്മാരെന്ന് പറഞ്ഞാല് മോഷ്ടിക്കുന്ന ആൾക്കാരാണ് കള്ളന്മാര്. കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ക്രിമിനലാണ്. അതായത്
കള്ളന്മാരല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ നമ്മൾ കുറ്റവാളികളായിട്ടാണ് പറയുന്നത്. പക്ഷേ അത് കള്ളന്മാർ വേറെയാണ്, കുറ്റവാളികൾ വേറെയാണ്. ഇനി നമുക്ക് കണക്ട് ചെയ്യാം. എന്തായാലും ജഡ്ജിയായിട്ട് നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി കള്ളന്മാരിലെ കുറച്ചു പേര് ക്രിമിനൽസ് ആകാം. കള്ളന്മാര്, എല്ലാ കള്ളന്മാരും ക്രിമിനൽസ് അല്ല. ക്രിമിനൽ എന്ന് പറയുന്ന വാക്കിന്റെ മലയാളമാണ് കുറ്റവാളികൾ. വേറെ അർത്ഥത്തിൽ കാണരുത് അതിന്. അപ്പോൾ കള്ളന്മാരിലെ കുറച്ചു പേര് കുറ്റവാളികളാണ്, അല്ലെങ്കിൽ കുറ്റവാളികളിലെ കുറച്ചു പേര് കള്ളന്മാരാണ്. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ജഡ്ജിയെ നിങ്ങൾ മാറ്റി നിർത്തേണ്ടി വരും. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കുറ്റവാളികൾ എന്ന് പറഞ്ഞ ക്രിമിനൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളമാണ് കുറ്റവാളികൾ. അപ്പൊ അതുകൊണ്ട് കുറ്റം ചെയ്ത ആൾക്കാരാണ് കുറ്റവാളികൾ എന്നല്ല, ക്രിമിനൽസ് ആണ്. ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറെയാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു പ്രീവൈക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരമായിട്ട് ബബിൾ ചെയ്യേണ്ടത്. അതായത് കുറ്റവാളികളിലെ കുറച്ചു പേര് കള്ളന്മാരാണ്, അല്ലെങ്കിൽ കള്ളന്മാരിലെ കുറച്ചു പേര് കുറ്റവാളികളാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ജഡ്ജിമാരാണ്. അങ്ങനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കും. ഇനി ഇന്ത്യ, ഹരിയാന, ലോകം അപ്പൊ തന്നെ കിട്ടും. എടാ, ലോകത്തിനകത്തല്ലേ ഇന്ത്യ വന്നത്? ലോകത്തിനകത്താണ് ഇന്ത്യ. ആ ഇന്ത്യക്കകത്താണ് ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. ശരിയാണോ? പടം ശരിയാണോ നോക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ. വലിയൊരു സ്പേസ് ആണ് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഒരുപാട് രാജ്യങ്ങൾ ചേരുന്നതാണ് ലോകം. ആ ലോകത്തിനകത്ത് ആണ് ഇന്ത്യ ഇരിക്കുന്നത്. ആ ഇന്ത്യക്കകത്താണ് ആര് വരുന്നത്? ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം. അപ്പൊ പിടിച്ചോ, ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചിരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ മക്കളെ, പ്രാവുണ്ട്, പക്ഷിയുണ്ട്, നായയുണ്ട്. ഇത് കാണുമ്പോഴേ നിങ്ങൾ പറയും എല്ലാ പ്രാവുകളും പക്ഷികളല്ലേ? പക്ഷെ എല്ലാ പക്ഷികളും പ്രാവാണോ? അല്ല. അപ്പോൾ എല്ലാ പ്രാവ്, ഇത് പ്രാവാണ് കേട്ടോ, എല്ലാ പ്രാവുകളും എന്താണ്? പക്ഷികളാണ്. പക്ഷേ നായ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നായ അങ്ങോട്ട് മാറ്റി വരയ്ക്കുക. കണ്ടോ? ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ പ്രാവുകളും പക്ഷികളാണ്, നായയുമായിട്ടൊരു ബന്ധവും ഇല്ല. സോ അത്തരത്തിൽ വരുന്ന ഓപ്ഷൻ ഏതാ? സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുണ്ട്, കടലുണ്ട്, സൂര്യനുണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഭൂമിക്ക് അകത്താണ് കടൽ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴേ അടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ ചോദ്യങ്ങളായതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുവാണ്. പല ചോദ്യങ്ങളും പിന്നീടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ച് കയറി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ കടല് ഇതാണ്. സോ ഭൂമിക്കകത്താണ് കടൽ വരുന്നത്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഭാഗമാണ് സൂര്യൻ. സൂര്യൻ എന്ന് പറഞ്ഞാല് ഭൂമിയുമായിട്ട് ബന്ധമില്ല. കടല് എന്ന് പറയുന്നത് ഭൂമിക്ക് അകത്ത് വരുന്ന ഒരു സ്പേസ് ആണ്. സോ ഭൂമിക്ക് അകത്ത് വരുന്ന ഒരു സ്പേസ് ആണ് കടല്. പക്ഷേ സൂര്യൻ എന്ന് പറഞ്ഞാല് മറ്റൊരു നക്ഷത്രമാണ്. ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് GK പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ പിടിച്ചു. ഹോക്കി ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. ഇവർ തമ്മിൽ മൂന്ന് പേരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് മൂന്ന് പേരും ഗെയിമാണ്. പക്ഷേ ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും വ്യക്തമായ ബന്ധം ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഹോക്കി ഇവിടെ നിൽക്കട്ടെ, ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ, ക്രിക്കറ്റ് അവിടോട്ട് മാറി നിൽക്കട്ടെ. അത്തരത്തിൽ വരുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അതായത് ഹോക്കിയും ഫുട്ബോളും ക്രിക്കറ്റും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. പക്ഷേ ഇതെല്ലാം ഗെയിം ആണെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ RRB പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന റീസണിംഗ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള വെൻ ഡയഗ്രം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 15ഓളം ചോദ്യങ്ങൾ വൃത്തിയായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുവാണ്.
ഈ ഒരു 15 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് വെൻ ഡയഗ്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഏറ്റവും എളുപ്പമാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്, ഈ പറഞ്ഞ വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഭാഗം. ഇതുപോലെ നിങ്ങൾക്ക് വലിയ അറിവുകളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് മാർക്ക് നേടിത്തരാൻ സാധിക്കുന്ന ചില ടോപ്പിക്കുകൾ റീസണിങ്ങിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന ദിവസങ്ങളിലെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് കണ്ടുപഠിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളും മുൻ വർഷങ്ങളിലെ പലതവണ ആവർത്തിച്ചു പോയ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് നിങ്ങളുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം NTPC പരീക്ഷകൾ വരുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബാക്കിയുള്ള പരീക്ഷകളെല്ലാം അവസാനിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ നടക്കുവാണ്. 2025 അവസാന സമയങ്ങളിൽ നിങ്ങളിലേക്ക് അഡ്വൈസ് എത്തിക്കുക, അഡ്വൈസ് ആണ് എത്തുന്നത്, ജോലിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ നിങ്ങളിലേക്ക് ഒരു ജോലി എത്തിക്കുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഏത്? നമ്മൾ എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ. ബാക്കിയുള്ള പരീക്ഷകളെ പോലല്ല 2025 അവസാനം അല്ലെങ്കിൽ 2026 തുടക്കത്തിലെ നിങ്ങളിലേക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി, അതായത് 500,000 രൂപ ശമ്പളമുള്ള ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരുത്തന്റെ മുമ്പിലേക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന തസ്തിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി സിലബസ് അനുസരിച്ച് മൂവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിലവിലെ ഒരുപാട് ബാച്ചുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ്. പുതുതായിട്ട് പഠിക്കുന്ന ആളുകൾക്ക്, ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും അത്യാവശ്യ കാര്യങ്ങളെല്ലാം അറിയാവുന്നവർക്ക് കൃത്യമായ ഒരു മെന്റർഷിപ്പ് ഗൈഡൻസോടുകൂടി ഓരോ ദിവസങ്ങളും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും വീക്ക്ലി എക്സാമുകളും മന്ത്ലി OMR എക്സാമുകളും എല്ലാം ഉൾപ്പെടെയുള്ള സ്ഥിരമായിട്ട് പരീക്ഷകൾ എഴുതി മാറിയെങ്കിൽ മാത്രമേ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. PSC പരീക്ഷ പോലെയല്ല. അതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷകൾ എഴുതി പോകണം. സോ അത്തരത്തിൽ എല്ലാ സാധ്യതകളുമുള്ള പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബോർഡ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയിലെ റാപ്പിഡ് ബാച്ച് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് റാപ്പിഡ് ബാച്ച്. എല്ലാവർക്കും അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഭാഗമായിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.